അതേപോലെ നഴ്സായിട്ട് ഒരു പെട്ടെന്നുള്ളൊരു തീരുമാനം. കാരണം ഞാൻ ഈ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാല് ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തി, അതുകൊണ്ടാണ് പരിചയപ്പെടുത്താത്തത്. ഞങ്ങൾ ഈ ഭിന്നശേഷി സമൂഹം എന്ന് പറഞ്ഞത് ഒരു കാലഘട്ടത്തില് വീടിനുള്ളില് ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ പെട്ട ആളാണ് ഞാൻ. കാരണം എനിക്ക് എന്റെ ഉമ്മ, ഉപ്പ, എന്റെ സഹോദരങ്ങളെ ഇതേ അറിയുള്ളൂ. ഇതേ ഉള്ളൂ എന്റെ ലോകം. അവിടുന്ന് അങ്ങോട്ട് ഞാൻ ചിന്തിച്ചു, എനിക്കും പുറലോകം കാണാം, എനിക്കും സൂര്യന്റെ ചൂടും മഴയുടെ തണുപ്പും കൊള്ളണം. എല്ലാവരും പോകുന്നത് പോലെ എനിക്ക് സ്കൂളിൽ പോകണം. കാരണം എന്റെ അനുജന്മാര് രണ്ടാളും സ്കൂളിൽ പോകും. അപ്പോ ഞാൻ ഇന്ന് നോക്കും എന്തെങ്കിലും എനിക്ക് സാധിക്കുമോ. പക്ഷെ അന്ന് എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ റബ്ബ് എത്തിച്ചതാണ് എന്റെ മുന്നിൽ എന്റെ സ്നേഹതീരത്തെ. ആദ്യമൊക്കെ ഒരു മടിയിലായിരുന്നു. കാരണം എന്താണെന്നറിയോ, എന്റെ ഉമ്മാനെ ഉപ്പാനെ വിട്ടുപോയാല് അവര് നോക്കുന്നത് പോലെ ഇവര് നോക്കുവോ? കാരണം നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും പകരം വെക്കാൻ ദുനിയാവിൽ മറ്റൊരാളില്ല എന്ന് പറയും. പക്ഷെ എനിക്ക് അനുഭവം തന്നത് മറിച്ചാ. എനിക്ക് അവിടെ ഒരു ഉമ്മാനെ ഉപ്പാനെ കിട്ടിയത്. ഞങ്ങളെ പൊന്നുപോലെ നോക്കി പരിചരിക്കുകയും ചെയ്യുന്ന ടീച്ചർമാരും നേതൃത്വം നൽകാൻ നല്ലൊരു ഉമ്മി വാപ്പയും വലിയൊരു കുടുംബത്തിലേക്കാണ് ഞാൻ കയറി ചെന്നത്. ഇന്ന് ഞാനവിടെ സന്തോഷവതിയാണ്. ഞാൻ മറ്റൊരു സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല. ഞാൻ മറ്റൊരു സ്കൂളിൽ പോയിട്ടില്ല. മറ്റുള്ള വിദ്യാഭ്യാസം എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നുമില്ല. ഇന്ന് ഇഷ്ക ഹബീബിന്റെ ഈ ഒരു വനിതാ കൂട്ടായ്മ ഞാനിവിടെ വന്നിറങ്ങിയപ്പോ എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ, മാലാകന്മാരെ കണ്ടു നാം. ഇഷ്ക് സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് വാരി പുണർന്നാണ് അവരെല്ലാം സ്വീകരിച്ചത്. ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത്. ചിലരൊന്നും ഞങ്ങളെ കാണാൻ വലുതാക്കാറില്ല. പക്ഷെ ഇത്തരത്തിലുള്ള മനസ്സുകൾ മതി ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ. നിങ്ങളുടെ സ്നേഹം മതി ഞങ്ങൾക്ക് വിജയം കൈവരിക്കാൻ. അവിടെയാണ് വിജയം. കാരണം വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടി ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു സദസ്സ് ഒരുക്കിയില്ലേ, അതില്ലേ നിങ്ങളുടെ സ്നേഹം, ഹബീബിന്റെ സ്നേഹം. ചാരത്തുനിന്ന് അനുഭവിക്കുന്ന പോലെ ഇപ്പോ 1000 ഉംറ ചെയ്താൽ കിട്ടാത്ത പുണ്യം നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ഞങ്ങളോടുള്ള സമീപനം